സോ ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ പോഡ്കാസ്റ്റിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓക്കെ ഗൈസ്, ശനിയാഴ്ച തുടങ്ങുന്ന പറഞ്ഞേ. ഇന്ന് ശനിയാഴ്ചയായി 3:15. എത്രയായി സമയം? 3:05. ഓക്കെ. നമ്മൾ ഒരു ഫസ്റ്റത്തെ എപ്പിസോഡ് ഒരു അരമുക്കാൽ മണിക്കൂർ മാക്സിമം ഉണ്ടാവുള്ളൂ. കാരണം തുടക്കമാണല്ലോ, നമുക്ക് എങ്ങനെയാണെന്നറിയില്ല, എങ്ങനെ തുടങ്ങണം എങ്ങനെയാണെന്നറിയാം. ബട്ട് ഫസ്റ്റത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒബ്വിയസ്ലി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അത് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് നേരം ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കുറേ കാര്യങ്ങൾ. എല്ലാം നെഗറ്റീവാണ് ആസ് യൂഷ്വൽ. ബട്ട് നമ്മൾ ഓർത്തു, നമ്മൾ ഓരോ പ്ലാൻസ് ആയിട്ട് വെച്ച് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. അപ്പോൾ പ്ലാൻ എയും ബിയും ഒബ്വിയസ്ലി വർക്കാവുന്നില്ല, എല്ലാം നെഗറ്റീവാണ് കാണിക്കുന്നത്. ബട്ട് പ്ലാൻ സി വേറെ ഒന്നുമില്ല, മൊത്തം റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് ചെയ്യാവുന്ന സംഭവമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗസ്റ്റിന് വേണ്ടി. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡ് ഞാൻ വിചാരിച്ചു ഒരു കോൺവെർസേഷൻ, ദാറ്റ്സ് ഇറ്റ്. അതായത് ഞങ്ങളിപ്പോൾ ഇവിടെ കാനഡയിലാണുള്ളത്. അപ്പോൾ കാനഡയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മലയാളികളും ഇന്ത്യക്കാരുമായിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും എല്ലാവർക്കും ഏകദേശം ഒരു സെയിം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കാരണം ജോലി കണ്ടുപിടിക്കൽ, ജോലി ഇല്ലാത്തുള്ള ടൈംസ്, പിന്നെ ആ ഒരു സർവൈവൽ സ്റ്റോറി ആയിരിക്കും എല്ലാവർക്കും പറയാനുള്ളത്. പക്ഷേ എന്നാലും ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക, ചെറിയ ചെറിയ ഡിഫറെൻ്റ് എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ കാനഡയിൽ അത്യാവശ്യം നാളായിട്ടുള്ള ഒരു 2 പേരെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അവരുടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസസും കാനേഡിയൻ എക്സ്പീരിയൻസസും ലൈഫ് എക്സ്പീരിയൻസസും ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരാൾ PR പെർമനൻറ്റ് റെസിഡൻസി ഉള്ളതാണ്, ഈയിടെ കിട്ടിയതാണ്. അപ്പോൾ ആ വിശേഷങ്ങളും എല്ലാം നമുക്ക് അവരിൽ നിന്നും കേട്ടും കണ്ടും അറിയാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഒരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ പേര് കണ്ടുപിടിച്ചായിരുന്നു. ബട്ട് ഇതുവരെ ആ ഒരു ആ പേര് ഇച്ചിരി ഒത്തിരി നല്ല ഒരു ഓപ്ഷൻ അല്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളോടത്ത് അത് വേണ്ടാന്ന്. പക്ഷേ ഇതുവരെ പേര് കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് എന്നാലും നമ്മളിത് റിലീസ് ചെയ്യുന്ന ടൈമിൽ പേരുണ്ടായിരിക്കും. ഒബ്വിയസ്ലി നമ്മൾ യൂട്യൂബ് ചാനലിലും പിന്നെ സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡ്കാസ്റ്റ് നോക്കണ്ട്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ പേരുണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് തന്നെ പേരില്ലാണ്ട് ഇൻട്രോ ചെയ്തു, പിന്നെ പേരില്ലാണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഗസ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർ ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനോർത്തു നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം, ഇൻട്രോയും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആദ്യത്തെ ചിലപ്പോൾ ഒരു 20-30, കൂടിപ്പോയൊരു 40 മിനിറ്റ് ആയിരിക്കും പോഡ്കാസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇറ്റ്സ് മീ ആഷിഖ് ആൻഡ് ജോഷ് ഓൺ സൈഡ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റിലെ ആദ്യത്തെ ഗസ്റ്റുകൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രോ ചെയ്ത് വെച്ചു, ഇവർ വന്നതിന് മുമ്പ് ഇൻട്രോ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് തുടങ്ങൂ. വെൽക്കം ടു അവേഴ്സ് ഫസ്റ്റ് പോഡ്കാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഹായ് പറഞ്ഞോ. ഓക്കെ, ഇത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തോ, നിങ്ങൾ തന്നെ, അതായിരിക്കും ബെറ്റർ. ഞാൻ പ്രൈസൽ സേവിയർ. ഞാൻ ദേവിക റോസ്. ഓക്കെ, ദേവിക ചേച്ചി. ഓക്കെ, ഇപ്പോൾ ഇവര് നമ്മൾ 3 പേരും 3 ഫ്രണ്ട്സായിരുന്നു, 3 ഫ്രണ്ട്സ് സർക്കിലും ഉള്ളതായിരുന്നു. പക്ഷേ കണക്റ്റായി അതന്നെ ഒറ്റ ഇതിനകത്തേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രൈസൂരാണ് PR കിട്ടിയത്. സോ കൺഗ്രാറ്റ്സ് പ്രൈസു ഫോർ PR. ആൻഡ് ഓക്കെ, അതിൻ്റെ ചിലവൊക്കെ തന്നായിരുന്നു കേട്ടോ. അത് 1 ട്രീറ്റ് ആയിരുന്നു. പുതിയ വീട്ടിലേക്ക് മാറി, അത്യാവശ്യം അടിപൊളി ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പ്രൈസ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 4 വർഷമായി. 4 വർഷം അല്ലേ? 4 വർഷം കഠിനമായിരുന്നോ ജീവിതം? എങ്ങനെയാ? കഠിനം പക്ഷെ അടിപൊളിയായിരുന്നു. കാരണം ഇപ്പം നാട്ടിലായാലും ഇവിടെ ആയാലും
കഠിനം തന്നെ. സത്യം. പക്ഷെ എല്ലാവർക്കും എന്താ കാനഡ എന്ന് പറയുമ്പോ, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് പറയുമ്പോ ശോകം എല്ലാവരും നെഗറ്റീവ് പറയണത്. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എനിക്ക് ഇവിടെ വന്നിട്ട് സംഭവം അടിപൊളിയായിട്ടാ തോന്നി. അതെ എനിക്ക് അങ്ങനെ ഒരു ബോറടിയോ പരിപാടിയോ ചിലരൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാനഡ കുറച്ച് ബോറടിയാണ്, മറ്റേ കുറച്ച് ലോൺലെസ് പരിപാടികളൊക്കെയാണെന്നൊക്കെ. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ലൈക്ക് ഫ്രണ്ട് സർക്കിൾസ് വ്യത്യാസമുള്ളവരായിരിക്കാം. പിന്നെ ദൈവ ചേച്ചി വന്നിട്ട് എത്ര ആളായി? 2 വർഷം കഴിഞ്ഞു. ഓക്കെ, ചേച്ചി ആദ്യം നയാഗ്രയിലായിരുന്നു, ഇപ്പോൾ ടൊറൻറ്റോയിലേക്ക് ജോലിയുടെ ആവശ്യമായിട്ട് ഷിഫ്റ്റ് ആയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്ര നാളത്തെ സ്ട്രഗിൾസ് എന്ന് പറയാനില്ല അല്ലേ? സ്ട്രഗിൾസ് ഓഫ് കോഴ്സ് ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു എല്ലാം അതിൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കണോണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ്. അപ്പോൾ തോമസ് എന്ന ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ വന്നത്. അപ്പോൾ പിന്നെ അവൻ്റെ ഒപ്പം സ്റ്റേ, പിന്നെ അവൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഒപ്പം ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ 2 വർഷം അവരുടെ ഒപ്പം ഓർന്ന്. പിന്നെ ജോലി കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ നോർത്ത് യോർക്കിലോട്ട് മാറി. അപ്പോഴാണ് നമ്മൾ ഇസ്ലിംഗ്ടൺ ഫാമിലി. അങ്ങനെ അതൊരു ഫാമിലി, വണ്ടർഫുൾ മെമ്മറീസ്, വളരെ അടിപൊളി മെമ്മറീസ്. അപ്പൊ പ്രൈസുന് ആദ്യം ഇവിടെ വന്നിട്ട് ലൈക്ക് നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പ്രൈസുന്? അതെ നാട്ടിൽ നിന്ന് ഒരു 4 year എക്സ്പീരിയൻസ്. ഈ സെയിം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു 4 year എക്സ്പീരിയൻസ് എടുത്ത് ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റഡീസിന് ശേഷം ഞാൻ സെയിം ഫീൽഡ് തന്നെ, ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് സെയിം ഫീൽഡ് തന്നെ നോക്കിയപ്പോഴത്തേക്കും PR കൂടി മാച്ച് ആണ്, ജോബ് ടൈറ്റിൽ ആണെന്നും കൂടി ചെക്ക് ചെയ്തിട്ടാണ് ജോബ് സെർച്ചിങ് തുടങ്ങിയത്. അപ്പൊ ആദ്യം ലൈക്ക് കിട്ടിയ ജോലി എന്തായിരുന്നു? ആദ്യം കിട്ടിയ ജോലി റെസ്റ്റോറന്റിലായിരുന്നു. അതൊരു തമിഴ് ശ്രീലങ്കൻ റെസ്റ്റോറന്റ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് TTCയിൽ കുറച്ചാളുണ്ടായിരുന്നു. ബസ്സല്ല, ബസ്സിന്റെ ക്ലീനിങ് സെക്ഷൻ ആയിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. അതെ, അത് കുറച്ചാള് പാർട്ട് ടൈം അങ്ങനെ ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ശ്രീലങ്കൻ റെസ്റ്റോറന്റിലും വർക്ക് ചെയ്യണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിന്റെ ഒപ്പം കുറച്ച് ഇവന്റ്സ് പരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഇതെല്ലാം ഇങ്ങനെ കുറച്ച് ടൈപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്കാർബ്രോറായിരുന്നു സ്റ്റഡീസ്. അപ്പോൾ അതിനുശേഷം അവിടെ അടുത്ത് തന്നെ നമ്മുടെ പാക്കേജിങ് മെറ്റീരിയൽസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി പറഞ്ഞുകൊണ്ട്, അപ്പൊ അവിടെ അങ്ങനെ ജോലി കിട്ടി. അപ്പൊ പിന്നെ കുറച്ച് സെറ്റിൽഡ് ആയില്ലേ? എല്ലാ ഒരു എന്താ പറയാ, പകുതി ഒരു കാഭാഗം ആൾക്കാരുടെ ലൈക്ക് അങ്ങനെയാണ്. പക്ഷേ സ്ട്രഗിൾസ് ഉള്ളവരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ സ്ട്രഗിൾസ്. ഇപ്പം എന്താ സ്കിൽഡ് വർക്ക് എന്തോ PR-ന്റെ ഇതിനകത്ത് എന്തോ മാറ്റമൊക്കെ വന്നില്ലേ? മാറ്റം വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സ്കോറും കൂടിയെന്ന് തോന്നുന്നു. ചേച്ചി പറ, എന്താണ്, എത്ര നാളായി, എങ്ങനെ പോകുന്നു? നയാഗ്ര കോളേജിലാണ്. ഓക്കെ, നയാഗ്ര ഫോൾസ് തൊട്ടടുത്ത്. ഓക്കെ, ഞാൻ വന്ന ടൈമില് ഞങ്ങൾ പരിചയപ്പെടുന്ന ടൈമിൽ ഞാൻ നയാഗ്ര ചെന്നപ്പോൾ ചേച്ചീനെ പരിചയപ്പെട്ടു. അങ്ങനെ ഫോണിൽ പരിചയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നയാഗ്ര വന്ന് പരിചയപ്പെട്ടത്. പിന്നെ എപ്പോ പോയാലും നയാഗ്ര ഫോൾസ്, അത്ര തന്നെ ഉള്ളൂ. ഫോൾസ് കാണാൻ പോവുക ഒരുമിച്ച്. നയാഗ്ര ഫോൾസിന്റെ എക്സ്പീരിയൻസ് എന്താണ്? എത്ര 2 കൊല്ലം അവിടെ ഉണ്ടായിരുന്നില്ലേ? നാട്ടില് നമ്മള് നടക്കാൻ പോണ പോലെ നടക്കാൻ പോയ ഇറങ്ങണ സ്ഥലമായിരുന്നു. എനിക്കൊരു വൺ ടൈം അത് തന്നെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത്രേ ഉള്ളൂ, ഹൈപ്പ് കൊടുക്കുന്ന അത്ര കാണാനൊന്നുമില്ല. ഇപ്പൊ ചിലര് പറഞ്ഞേക്കാം ഒരു ഏത് ടൈമിൽ പോയാലും അല്ലെങ്കിൽ ഒരു സീസണിൽ എപ്പോഴും പോകാം. പക്ഷെ എനിക്കും തോന്നിയിട്ടില്ല. പിന്നെ അവിടെ ഈ ഫോൾസിന്റെ ടൈമില് തുളിഫീൽഡ് കുറെ കാര്യങ്ങളുണ്ട്, മറ്റേ ഓൺ ദ ലേക്ക് അല്ലേ, അതൊക്കെ അത്യാവശ്യം കവർ ചെയ്ത് വരാം അല്ലേ? പക്ഷെ നയാഗ്ര ഫോൾസിനേക്കാൾ അതിന്റെ അടുത്ത് കുറെ സ്ഥലങ്ങൾ, ഡഫറിൻ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞു, അത് എക്സാക്ട്ലി നമ്മുടെ നാട്ടിൽ കൂടെ നമ്മള് ട്രക്കിങ്ങിനൊക്കെ പോണ ഒരു. പിന്നെ അതുപോലെ ചേച്ചിയുടെ ക്യാമ്പസ് അന്ന് വണ്ടർഫുൾ. ഇവിടുത്തെ ക്യാൻറ്റീൻ തന്നെ, ക്യാൻറ്റീൻ അടിപൊളിയല്ലേ? നമ്മളന്ന് ചായ കുടിച്ചതും എല്ലാ ഒരു അടിപൊളി സത്യം പറഞ്ഞ നയാഗ്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് കാണേണ്ട രീതിക്ക് കണ്ട, പക്ഷെ എല്ലാവരും പോയി കാണുന്നത് നയാഗ്ര ഫോൾസ് മാത്രമാണ്. ആക്ച്വലി അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടംമാതിരി സംഭവങ്ങള്. അവിടെ ഒരു അടുത്തൊരു ചെറിയ ടൗൺ ഒക്കെ ഇല്ലേ, അത് നയാഗ്ര ഓൺ ദ ലേക്ക്. അത് നമ്മുടെ ഒരു പോണ്ടിച്ചേരി ഫീൽ കിട്ടും അങ്ങോട്ട് പോകുമ്പോ. അത് ശരിക്കും സമ്മർ ടൈമില്
ശരിക്കും നല്ല ഭംഗിയത് ഒരു ക്രിസ്മസ് വില്ലേജ് പോലത്തെ ഒരു സെറ്റപ്പ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നയാഗ്ര ഫോൾസ് അല്ലാണ്ട് നയാഗ്രയിൽ കാണാൻ വേറെ ഇഷ്ടംപോലെ. അതുപോലെ ഇപ്പൊ ഡിസ്റ്റിലറി ഡിസ്ട്രിക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ടൊറന്റോയില്. പോയിട്ടില്ല? ഇല്ല, അത് ക്രിസ്മസിന് മാത്രമുള്ള 50 days മുമ്പ് എന്തോ തുടങ്ങും. എന്നിട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് ക്രിസ്മസിന് ഭയങ്കര പരിപാടിയുള്ള സംഭവം. പിന്നെ ഇപ്പൊ ക്രിസ്മസ് തുടങ്ങിയല്ലോ, അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും. അതെ, എല്ലായിടത്തും ഇപ്പൊ ട്രീസും പരിപാടിയൊക്കെ മോളിലൊക്കെ വെച്ച്. അയ്യോ, നമ്മുടെ ഈട്ടൺ സെന്ററില് വലിയ ട്രീ അത് ഇപ്പോഴും വെച്ചെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോ കണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ വോൺ മിൽസിലൊക്കെ സ്റ്റാർട്ടായി. സോ ഗൈസ്, വോൺ മിൽസ് ഇതൊക്കെ എന്ന് വെച്ചാൽ കാണുന്നവരുണ്ടാവുമല്ലോ. ഒബ്വിയസ്ലി ഞാൻ ആദ്യം ഇടുമ്പോ എന്റെ ഫോളോവേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ അവര് നാട്ടിലാണല്ലോ കുറച്ച് പേര്. ഇതൊക്കെ ഒരു മാളാണ്. അല്ല, നിങ്ങക്ക് ഇത് വിചാരിക്കാൻ വേണ്ടി പറഞ്ഞില്ല, പക്ഷെ അത് പറയണമല്ലോ. അവര് വിചാരിക്കൂലേ. അതെ, വോൺ മിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൊറന്റോയില് ഒരു ലുലു മാൾ എന്നൊക്കെ പറഞ്ഞു. എസ്പെഷ്യലി വിന്റർ ടൈമില് എല്ലാവരും ജാക്കറ്റ്സും ഷൂസ് ഒക്കെ വാങ്ങണ ഒരു മാളാണ് വോൺ മിൽസ്. ഓക്കെ ഓക്കെ. അപ്പോ ചേച്ചി ഇപ്പൊ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നേ? എങ്ങനെയാ കാര്യങ്ങളൊക്കെ പറ. ഞാൻ പേഴ്സണൽ സപ്പോർട്ട് വർക്കറായിട്ട് തന്നെ. പേഴ്സണൽ സപ്പോർട്ടർ വർക്കറായിട്ട് ചേച്ചി ചെയ്യണം. പക്ഷെ ഇപ്പൊ ഇച്ചിരി ടാസ്ക് ആണല്ലോ പണിയൊക്കെ. കമ്മ്യൂണിറ്റി ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കുറച്ച് ഓക്കെ ഓക്കെ. കുറെ നടക്കാനുണ്ട്, ഓരോ വീട്ടിൽ കൂടെ പോണം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, ഓഫീസ് ജോബിനേക്കാളും കുറച്ച്. അല്ല, കുറെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പൊ എന്റെ അടുത്ത് കാനഡയിൽ വന്നിട്ട് എന്തായിരിക്കും എക്സ്പീരിയൻസ്? അതായത് നാട്ടിൽ നിന്ന് വന്നു, നാട്ടിന്റെ ഫ്രണ്ട് സർക്കിള്. കാരണം ആഷിഖിന്റെ മറ്റേ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റയിലെ ഫോട്ടോസ് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും സത്യം ഇടും. എത്ര പേരാന്നറിയാം എന്റെ അടുത്ത് പറയണേ, എടാ നീ എപ്പോഴും അടിച്ചു വിളിക്കണം. പക്ഷെ അവർക്കറിയില്ലല്ലോ നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണമെന്നും. കാരണം ഇപ്പോ ലൈഫ് അത്ര കുഴപ്പമില്ലാണ്ട് രീതിക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് പോണേ. പക്ഷെ ഇതിനു മുമ്പൊന്നും ഓഫീസിൽ അറിയാലോ, കുറെ സ്ട്രഗിൾ ചെയ്തു, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ പറയാൻ അതൊന്നും ഈ ഒരു എപ്പിസോഡ് കൊണ്ട് പറ്റൂന്ന് എനിക്ക് തോന്നല്ല. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ പറയാം. പക്ഷെ എനിക്ക് ഒരു നല്ലൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നണേ. പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നും വരണ്ടായിരുന്നു വേസ്റ്റ്. പക്ഷെ ഇതൊരു വേറൊരു എക്സ്പീരിയൻസ്. ഇപ്പം നാട്ടിൽ ഞാൻ നിന്നായിരുന്നെങ്കിൽ ആ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്നങ്ങ് പോവും. നമ്മൾ ഒരു എഫേർട്ട് ഇടില്ല, ഒന്നും ഇടില്ല. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് ആണ്. കാരണം നമുക്ക് കുറച്ച് ബാധ്യതകളായി, അതിനുവേണ്ടി ജീവിതം മുന്നോട്ട് പോവുക, അത് തന്നെ സത്യം. അപ്പൊ അതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ്. ഇഷ്ടം പോലെ ഉണ്ട് പറയാൻ. അല്ലെ, ഒരു കരിയർ ഫോക്കസ്ഡ് അല്ലാണ്ട് തന്നെ നമുക്കൊരു പേഴ്സണാലിറ്റി കിട്ടും. സത്യം. അപ്പൊ അതിൻ്റെ ഇടയിലാണെങ്കിൽ സത്യം പറഞ്ഞ ഈ പോഡ്കാസ്റ്റിന്റെ സംഭവം ഞാൻ നേരത്തെ തുടങ്ങണം എന്ന് ആലോചിച്ചിരുന്ന. അപ്പോൾ കുറച്ച് നാളായി ഈ ഒരു ഐഡിയ മനസ്സിൽ കിടക്കണം. അപ്പോൾ ഇതിനുള്ള സെറ്റപ്പ് ലൈക്ക് ഇതിനൊക്കെ നല്ല അത്യാവശ്യം ചിലവാകുള്ളൂ. അപ്പോൾ ഞാനത് പുതിയ വീട്ടിലേക്ക് മാറി പയ്യെ സാധനങ്ങൾ ലൈക്ക് ചീപ്പ് സാധനങ്ങളാണെങ്കിൽ പോലും പയ്യെ വാങ്ങിച്ച് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ കോളേജിൽ ഈ ഓഡിയോ സ്റ്റുഡിയോ ഉണ്ടെന്ന് ഉള്ള കാര്യം ഞാൻ അറിയണത്. അപ്പോൾ പിന്നെ ഓർത്ത് നോക്കി ഇവിടെ നിന്ന് തുടങ്ങാം. ഇനി അഥവാ സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് മാറാം, അത്യാവശ്യം നല്ല സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് തുടക്കാമെന്ന് വെച്ചത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഗസ്റ്റായിട്ട് നിങ്ങളെ തന്നെ വിളിച്ചു. അത് നമുക്ക് നോക്കാലോ. ചിലപ്പോ നിങ്ങൾ കൊണ്ടായിരിക്കും രാശി തുടങ്ങണത്. അങ്ങനെയാണെങ്കിലോ അതൊക്കെ ഇവിടുത്തെ കോളേജിന്റെ ഒരു അടിപൊളി. അത് തന്നെ, ഫെസിലിറ്റീസ് വെച്ച് നോക്കുമ്പം കോളേജ് ഇവിടുത്തെ കോളേജുകളൊക്കെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ അതുപോലെ കോളേജ് ക്യാമ്പസ് ലൈഫ് വെച്ച് നോക്കിയാലും എങ്ങനെയാണെന്ന് അറിയില്ല. ഫെസിലിറ്റീസ് ഓക്കെ, അത് പറയേണ്ടത് തന്നെയാ. ആക്സസിബിൾ ആണ്, അത് തന്നെ. അപ്പോൾ ഇവിടെ 24 hours ലൈബ്രറി അല്ല, ഇവിടെ ലേണിംഗ് റിസോഴ്സ് LRC എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അത് നമുക്ക് 24 മണിക്കൂർ എപ്പോൾ വേണമെങ്കിലും വന്നിരുന്ന് പഠിക്കാം. എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്യാമ്പസ്. പിന്നെ പ്രൈസ് കൂടെ കോളേജ് വിശേഷങ്ങളാവുന്നു ഞാൻ ഇതുവരെ കേട്ടിട്ടും കൂടി ഇല്ല. സത്യം പറഞ്ഞാൽ കോളേജ് വിശേഷം എന്ന് പറയാനായിട്ട് ഞാൻ ഫസ്റ്റ് ഇയർ ഒരു കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം സെന്റിനൽ കോളേജിലോട്ട് മാറി. നമ്മുടെ സ്കാർബ്രോയില് സെന്റിനൽ കോളേജ് കുറച്ച് അടിപൊളി ക്യാമ്പസ് ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ടൈമില് ജോലിയും കൂടി ഉണ്ടായിരുന്നോണ്ട് ഞാൻ മിക്കതും ആ സമയത്ത് കൊറോണ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈം ആയതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സബ്ജക്റ്റ് ഒക്കെ വേണമെങ്കിൽ
ഓൺലൈനായിട്ട് എടുക്കാല്ലേ? നമുക്കിപ്പോ അതാ പാട്. അത് പാടാ. അപ്പൊ ആ സമയത്ത് എനിക്ക് ജോലിയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു വീക്കിലി ഒരു 2 ദിവസമൊക്കെ എനിക്ക് കോളേജിൽ പോകേണ്ടി വന്നിട്ടുള്ളൂ. എല്ലാം ഈ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് എല്ലാ ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ 2 ദിവസം കോളേജിൽ വന്നോളൂ. അത് ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പം എപ്പോൾ നോക്കിയാലും ഒന്നെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ വർക്കിലായിരിക്കും. ഞാൻ മിക്ക ടൈമും വർക്കായിരിക്കും. കാരണം ഇപ്പോൾ 7 കുറച്ച് കൂടുതൽ ഷിഫ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ വാപ്പച്ചിങ്ങനെ ചോദിക്കും, എടാ നിങ്ങൾക്ക് ക്ലാസ് ഒന്നും ഇല്ല, എന്തിനാ അങ്ങോട്ട് പോയേ? ക്ലാസ് ഒന്നും അല്ല. അറ്റൻഡൻസ് എന്ന് വെച്ചാൽ ചില ക്ലാസ്സുകൾ മാൻഡേറ്ററി അല്ല അറ്റൻഡ് ചെയ്യാൻ. നമ്മൾ ലാബും അസൈൻമെന്റ് ഒക്കെ ചെയ്ത് വെച്ചാൽ മതി കറക്റ്റ് ടൈമിൽ. അപ്പൊ അത് അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ കൂടുതൽ ഷിഫ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. പ്രാരാബ്ദം ടു മച്ച്. അങ്ങനെ. അപ്പൊ ചേച്ചിയുടെ കോളേജ് അറ്റൻഡൻസ് കമ്പൽസറി ആണ്. നിങ്ങക്ക് ഇൻ പേഴ്സൺ ആയിരുന്നല്ലോ കൂടുതല്. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മലയാളികൾ പൊതുവെ കുറവാന്ന് തോന്നുന്നു. നിങ്ങൾ സെന്റിനിയലിലൊക്കെ എങ്ങനെയായിരുന്നു? സെന്റിനേല് മലയാളികളുള്ള ക്യാമ്പസ് ആണ്. അത്യാവശ്യം ഉണ്ടല്ലേ? അത് ഞാൻ കിട്ടുന്നത് സ്കാർബ്രോയിൽ ഇഷ്ടം പോലെ മലയാളികൾ. ടൊറന്റോയിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ മലയാളീസ് ഉള്ളത് സ്കാർബ്രോ ഏരിയയിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സെന്റിനിയലും അടുത്തുള്ളൊരു ക്യാമ്പസ് സെന്റിനിയൽ ആയതുകൊണ്ട് തന്നെ എല്ലാരും അവിടെ തന്നെ. ഓക്കെ. അങ്ങനെ. അപ്പൊ ചേച്ചിയുടെ നയാഗ്ര കോളേജ്, നയാഗ്രയിൽ അത്യാവശ്യം മലയാളികൾ ഉണ്ടല്ലേ? നോർത്ത് ഇന്ത്യൻസ് അല്ല അവര് ലൈക്ക് അതൊക്കെ നമ്മള് പറയാൻ പാടില്ല. അല്ല, നയാഗ്ര കോളേജില് ഹെൽത്തിന്റെ 3-4 കോഴ്സുകളുണ്ട്. ആ 3-4 കോഴ്സുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ഏജൻസി മാത്രമേ അവിടേക്ക് സ്റ്റുഡൻസിനെ വിടത്തുള്ളൂ. അത് നഴ്സുമാരെ വിടത്തുള്ളൂ. അവര് കൂടുതലും അവര് പഞ്ചാബ് ബേസ് ആണ് ഏജൻസി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് കേരളത്തിൽ നിന്നുള്ള ഹെൽത്തിന്റെ കേരളത്തിൽ നിന്നുള്ള ഒരു ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നയാഗ്രയിലും അത്യാവശ്യം നല്ല രീതിക്ക് മലയാളികൾ. ഒന്നാമത് ബോർഡർ ആയിരുന്നല്ലോ. അപ്പോൾ അപ്പുറം നമ്മുടെ ന്യൂയോർക്കിലുള്ളവരും ഞാൻ കുറേ ഇത് കണ്ടായിരുന്നു. ന്യൂയോർക്കിലുള്ളവർ ലൈക്ക് നയാഗ്ര ഇവിടെ നമ്മുടെ ടൊറന്റോ ഒണ്ടാരിയോ നമ്മുടെ ഇവിടുത്തെ നയാഗ്രയിൽ ഓണപരിപാടികളൊക്കെ വെച്ചിട്ടുള്ള അത് അത്യാവശ്യം അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. ഇപ്പൊ എല്ലാ ഇയറും ഈ ഓണം സെലിബ്രേഷൻ ടൊറന്റോയിൽ വെച്ച് അല്ലെങ്കിൽ നടത്തുന്നത് കുറച്ച് അടിപൊളി പരിപാടിയാണ്. ഇത്തവണ മഹാഓണം പക്ഷെ കഴിഞ്ഞ എവിടെയാന്ന് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ. കഴിഞ്ഞ തവണ അടിയൊക്കെ ഉണ്ടായോ? കഴിഞ്ഞ തവണ കുറച്ചും കൂടി, ഇപ്രാവശ്യം കുറച്ച് വലിയ പരിപാടിയായിട്ട് നടത്തിയെങ്കിലും ഒരു വൈബ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണയായിരുന്നു. ശരി, ആൾക്കാർ വെച്ചും ഇപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരും പ്രൈവറ്റ് പാർട്ടീസ് സ്വന്തമായിട്ട് വീട്ടിലെ ഓണപരിപാടികളൊക്കെ ആണല്ലോ. പക്ഷേ എനിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് അങ്ങനത്തെ ഒരു അത് നമ്മളൊരു വീട്ടിൽ കൂടി ഒരു പാർട്ടി സെറ്റ് ചെയ്യണതാണ് എനിക്ക് കുറച്ചും കൂടി. അതെ ശരി. അതാവുമ്പോ നമ്മുടെ ഒരു കംഫർട്ട് സോണിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആഷിക്കിന്റെ എങ്ങനെയാണ്? ആഷിക്ക് ഇങ്ങനെ പബ്ലിക് സ്പേസിലുള്ള ഒരു പാർട്ടി ഇല്ല. എനിക്ക് പൊതുവേ ലൈക്ക് സീരിയസ്ലി എനിക്ക് പബ്ലിക് ആയിട്ടുള്ള പരിപാടികൾ ഇഷ്ടം. പക്ഷെ പാർട്ടിയൊക്കെ അങ്ങനെ എനിക്ക് അങ്ങനെ അതിനോട് ഒത്തിരി താല്പര്യം. നമ്മുടെ ഒരു പ്രൈവറ്റ് പാർട്ടികൾ ഞാൻ ഈവൻ ആകെ ഒരു തവണ ഒരു പാർട്ടിക്ക് പോയിട്ടുള്ളൂ ഇവിടെ കാനഡ വന്നിട്ട്. ഒറ്റ തവണ ഒരു പബ്ലിക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി പാർട്ടിക്ക് പോയിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഐസ്ലൻഡിന് വെച്ചുള്ള ക്രിസ്മസ് പരിപാടികൾ ആ ടൈമിൽ ചേച്ചി ഇല്ലല്ലോ ഇവിടെ. ഞാൻ വന്നില്ല. ഞാൻ വിളിച്ചായിരുന്നു പക്ഷെ വന്നില്ല. ക്രിസ്മസ് നല്ലൊരു ഇസ്ലിംഗ്ടൺ വീട്ടിൽ നല്ലൊരു പരിപാടി. ഓ അയ്യോ, മറക്കാൻ പറ്റാത്ത കുറെ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു പരിപാടിയായിരുന്നു. ഫ്രണ്ട് സർക്കിളൊക്കെ ഒന്ന് വലുതായതും ഫ്രണ്ട് സർക്കിള് ചെറുതായി ഇടയ്ക്ക് ചെറുതായി വലുതുമായി. അത് ഓഫ് കോഴ്സ് കാനഡേന്റെ ഒരു ഇതാണല്ലോ. അത് തന്നെ. പിന്നെ ഇവിടെ ഒന്നും പെർമനന്റ് അല്ല. അതിപ്പം നമ്മുടെ ലൈഫിലാണെങ്കിൽ പോലും ഒന്നും പെർമനന്റ് അല്ല. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ ഈ ഇതിന്റെ റിവീലിങ് ചെയ്തപ്പോ എല്ലാവരും പറഞ്ഞു ജോഷ് അവിടെ തിരിഞ്ഞിരിക്കുക, ജോഷ് മൈൻഡ് ചെയ്യാനുള്ളത്. ആക്ച്വലി മൈക്ക് ഓൺ ആയിരുന്നല്ലോ. അപ്പൊ ഈ മൈക്ക് എന്റെ സൗണ്ട് മാത്രമേ കവർ ചെയ്യുള്ളൂ. അത് മാത്രമല്ല ജോഷ് അപ്പുറം ഇരിക്കുകയാണ്. അപ്പൊ ജോഷ് റെസ്പോൺസ് ചെയ്യണം. അപ്പൊ എല്ലാവരും പറഞ്ഞു ജോഷ് ചാടാ. ജോഷ് അങ്ങനെയല്ല ഗൈസ്. ജോഷ് കുറച്ച് എന്താ സോഷ്യൽ ഫിയർ ആയിട്ടുള്ള ആളാണ്. ജോഷേ ഒരു ഹായ് പറ ക്യാമറ നോക്കി. അല്ലെങ്കിൽ ഇനിയും ജോഷിന്റെ കംഫോർട്ട് സോണിൽ മാത്രമേ അയ്യോ അത് പറയാതിരിക്കാൻ പറ്റുമോ? അന്ന് ക്രിസ്മസിന് ജോഷ് ഡാൻസ് കളിച്ചവർക്കല്ലേ. പിന്നെ ജോഷിന്റെ കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രിയാകണം, ഇരുട്ട് വേണം, കുറച്ച് അതന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ജോഷ് ഒരു വൈബ് മനുഷ്യനാണ്. അത് തന്നെ. അപ്പൊ
അപ്പോ അതൊക്കെയാണ്. ജോഷിന്റെ കുറച്ച് നാട്ടിലെ ഫ്രണ്ട്സിന്റെ കഥകളും ജോഷിന്റെ സാറിന്റെ കഥകളൊക്കെ അടിപൊളിയാണ്. അത് നമുക്ക് ഇവിടെ പറയാനിപ്പം അതെ, ജോഷിന്റെ കൺസെപ്റ്റിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. സത്യം. അത് ജോഷിന്റെ മാത്രമായിട്ട് ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എപ്പിസോഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ആക്ച്വലി ഞങ്ങൾ ഇത് ചെയ്യണതിന് മുമ്പ് ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് വിട്ടായിരുന്നു സ്പോട്ടിഫൈയില്, കേട്ടില്ലായിരുന്നു. അത് ചുമ്മാ ലൈക്ക് ഗസ്റ്റ് ഓരോ ആൾക്കാരെ വിളിച്ച്, അപ്പൊ സംബന്ധിച്ച് വെച്ചാൽ ഇവര് ഞാൻ സാധാരണ വിളിക്കണ പോലെയാന്ന് ഓർത്താണ് വിളിക്കണത്. അപ്പം ഫസ്റ്റ് എടുക്കുമ്പോ തന്നെ തെറിയായിരിക്കും അങ്ങനെയുണ്ട്. എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ അത് ഞാൻ സ്പോട്ടിഫൈയിൽ ഇട്ടായിരുന്നു. പക്ഷെ അത് അവര് തന്നെ റിമൂവ് ആക്കി. കാരണം എന്താ, ഞാൻ പാട്ട് ആഡ് ചെയ്തു. നമുക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അത് അവരെ റിമൂവ് ചെയ്തു. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. അല്ല, ഇതിന്റെ എങ്ങനെ ടൈമിംഗ് എങ്ങനെയാണ് പോഡ്കാസ്റ്റ്? സാറ്റർഡേസ് അല്ലെങ്കിൽ വീക്കെൻഡ്? ഞങ്ങളാ പ്ലാൻ ചെയ്യണത്, ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു ടൈം കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യണത് സാറ്റർഡേസിലും വെനസ്ഡേസിലും റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് മൺഡേ അല്ലെ ഫ്രൈഡേ എപ്പിസോഡ് റിലീസ് ചെയ്യാനുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ നിൽക്കുന്നത്. ചിലപ്പോൾ അതൊക്കെ മാറും, കാരണം അറിയാലോ ജോലി. ഇപ്പൊ ഇന്ന് തന്നെ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ വർക്കിന് പോകണം. അപ്പോൾ അതിനുള്ള എല്ലാ സെറ്റപ്പായിട്ടാണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ അതൊക്കെയാണ് ലൈഫിനൊരു ഒരു എൻജോയ്മെന്റ് ഇല്ല. പക്ഷേ ഇനിയാണ് ശരിക്കും എൻജോയ്മെന്റ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഒക്ടോബർ ഡിസംബർ സീസൺ ആയിരിക്കും കാനഡയിലുള്ളവരുടെ ഒരു ലൈഫിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസുകൾ കൂടുതൽ കിട്ടണം. അത് ശരിയാ, സത്യം. അയ്യോ, ഇവിടെ ഇപ്പൊ എന്താ പറയാ, കൊറേ പേരെ കാണും. പണ്ട് എൻ്റെ വാപ്സി ഇങ്ങനെ പറയായിരുന്നു, കാണുന്ന എല്ലാവരെയും വിശ്വസിക്കല്ലേ, അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ആ ഒരു ടൈമിലൊക്കെ ഇതൊക്കെ ചുമ്മാറാണ്, എന്താ ഒരു തന്ത വൈബ് അങ്ങനെയൊക്കെ പറഞ്ഞ വിഷയം. പക്ഷേ ഓരോ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമുക്കത് അവരന്ന് പറഞ്ഞതിലുള്ള ഒരു സത്യാവസ്ഥ മനസ്സിലാവണം. അങ്ങനെ ഒരുപാട് സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ടൈമാണ് കാനഡയില്. സത്യം. അന്ന് പണ്ട് നമ്മുടെ ഇപ്പൊ അപ്പനമ്മയൊക്കെ പറഞ്ഞ കാര്യങ്ങള് ഇതൊക്കെ ആക്ച്വലി ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് കാനഡയിൽ ജീവിച്ചു തുടങ്ങുമ്പോ നമുക്കത് മനസ്സിലാവും. സത്യം, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതന്നെ. ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഒറ്റപ്പെടുന്ന ടൈമിൽ നമ്മൾ ഒറ്റപ്പെടും. എന്നാൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മളത് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് തന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ പ്രൈസ് PR കിട്ടിയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? PR കിട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി റിലാക്സ്ഡ് ആയി. നമുക്കിപ്പോ ഇനിയൊരു സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോ PR കാർഡ് കിട്ടിയോണ്ട് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇനിയിപ്പോ നമുക്ക് ഫ്രീ ആയി. ഇനിയിപ്പോ നമുക്ക് പുതിയ ജോലിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കുറച്ച് ഫ്രീ തിങ്ക് ആയിട്ടൊക്കെ നോക്കാം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു കാരണം നമുക്ക് അവിടെ ഒരു ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ആ ഓപ്ഷനിൽ തന്നെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ തീർന്നു. ഇപ്പൊ PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മൾ ഇന്ത്യ നിൽക്കണ പോലെ തന്നെ ആയിരിക്കും അല്ലേ? ആക്ച്വലി എനിക്ക് തോന്നുന്നു എന്റെ ഒരു ലൈഫിൽ ഇതാണെന്ന് പറഞ്ഞാൽ കാനഡയിൽ വന്നതിന് ശേഷമാണ് കുറച്ച് എല്ലാ കാര്യങ്ങളും കുറച്ച് സ്മൂത്ത് ആയത്. കാനഡയിൽ വന്നവരെ മറ്റേ ശകുനിയായിരുന്നു, എന്ത് തൊട്ടോ അത് നശിപ്പിച്ചിട്ട് പോകാറുണ്ട്. പക്ഷെ എന്റെ നേരെ തിരിച്ചായിരുന്നു. കാനഡ വന്ന വരെ എനിക്ക് ഒന്നും തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല, വീട്ടുകാർ നോക്കും അല്ലേ, ഒരു അവിടെ കിടന്ന് എന്ത് വേണേലും ചെയ്യാം. പക്ഷെ കാനഡ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാം മാറി മറിഞ്ഞത്. കാനഡയില് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എന്റെ ഓപ്ഷൻ എന്താ പറയാ, പ്രൈസ് എടുത്ത ഡിസിഷനിൽ ഒരു റിഗ്രറ്റ് ഇല്ല. കാരണം ഞാനിപ്പോ വിചാരിക്കണം കുറച്ച് ലേറ്റ് ആയി പോയി. ചേച്ചിയോ? എനിക്ക് കാനഡ എന്റെ ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ ന്യൂസിലൻഡ് ആയിരുന്നു. ഞാൻ വിസ വെക്കാൻ ചിന്തിക്കുന്ന ടൈമില് ന്യൂസിലൻഡ് ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ കാനഡിയൻ വിസ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് പിന്നെ അവർ ഓപ്പൺ ചെയ്തത്. ക്യാഷ് മുടക്കിയപ്പോ പുതിയ ന്യൂസും കൂടി ഉണ്ട്. ദേവികക്ക് ഇപ്പൊ മറ്റേ കാനഡയിൽ മാത്രമല്ല US ഉണ്ട് പിടി. അല്ല, അത് ആരുടെ പറഞ്ഞു ലൈക്ക് ഫിഷിലി ആരുടെ? അപ്പൊ നമ്മള് പോഡ്കാസ്റ്റ്. അപ്പൊ കൺഗ്രാജുലേഷൻ. അപ്പൊ ഒഫീഷ്യലി US വിസ കിട്ടിയില്ലേ? എത്ര നാളെടുത്തു?
എനിക്ക് കറക്റ്റ് 1 ഇയർ. 1 year. നവംബർ 12 എന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണേ. ഈ നവംബർ കഴിഞ്ഞ 2024 ഈ നവംബർ 13 ഇന്റർവ്യൂ. അപ്പൊ തന്നെ കിട്ടി. ഓ അത് വിളിച്ചെന്നാലും ഷോ ഓഫാണ് മൊത്തം. ഇപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്കും പാസ്പോർട്ടിന്റെ ഫോട്ടോ ഇടുവോ? സിംഗപ്പൂരോട്ടുള്ള ടിക്കറ്റ് പാസ്പോർട്ട് നോക്കുന്നു. വന്നിട്ടില്ല. അതെ, വന്നിട്ട് വേണം ഇടാൻ. പാസ്പോർട്ട് വന്നിട്ടില്ല, പക്ഷേ മറ്റേ സിംഗപ്പൂരോട്ടുള്ള ടിക്കറ്റിന് എത്ര രൂപ നോക്കുന്നു, മൊറോക്കോ നോക്കുന്നു, മെക്സിക്കോ നോക്കുന്നു. എന്താ നോക്കി. ഇല്ല, എനിക്ക് യുഎസ് ഇഷ്ടമായിരുന്നു. കാനഡയെക്കാളും എനിക്ക് യുഎസ് ആയിരുന്നു. പക്ഷെ അങ്ങോട്ടുള്ള പ്രോസസിംഗ് ടൈം കൂടുതലാണ്. ഫിനാൻഷ്യലി ആണെങ്കിലും പിന്നെ വിസ റിജക്ഷൻ ചാൻസ് കൂടുതലാണ്. ഈ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ ഭയങ്കര പാടാണെന്ന് തോന്നുന്നല്ലേ ഫിനാൻഷ്യൽ വെച്ച്? ലൈക്ക് എനിക്ക് തോന്നുന്നു ഫുൾ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും അല്ലേ? ന്യൂസിലൻഡ് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. സെയിം കാനഡയുടെ ഓസ്ട്രേലിയ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ഭയങ്കര, അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് കാനഡയുടെ പോലെ. ഓസ്ട്രേലിയയില് ഇന്ത്യയിലെ കുറെ സ്റ്റേറ്റുകൾക്ക് വിസ കൊടുക്കണല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അത് തന്നെ. ഓ കാനഡ ഇപ്പൊ പഴയ കാനഡ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ വരാൻ നമ്മൾ വന്നു, ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനിയുള്ള പിള്ളേർ എന്ത് ചെയ്യും? അവർക്കൊക്കെ എന്താ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ശരിയാട്ടോ, അത് ശരിയാ. കാരണം നമുക്ക് വരാൻ പറ്റി, ഇനിയുള്ളവർക്ക് സത്യം. ഇനി ഇത് പണ്ട് മുതലേ സ്വപ്നങ്ങളായിട്ട് കൊണ്ടു കിടക്കുന്ന കുറെ പിള്ളേരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതൊക്കെ ശരിയാവും. അയ്യോ സത്യം, ഞാൻ ഇങ്ങോട്ട് വന്നേ പിന്നെ നാട്ടില് പല ഓപ്ഷൻസ് പറയണ. സംഭവം കുറെ ഓപ്ഷൻസ് ഉണ്ട്, നമ്മളത് അറിഞ്ഞു വരാനായിട്ട് കുറെ ടൈം എടുക്കും. പിന്നെ നാട്ടിലെ കോളേജുകളാണെങ്കിലും അതെ. ഇപ്പൊ നമ്മള് നോക്കുമ്പം ഞാൻ നഴ്സിംഗ് പഠിച്ച കോളേജിലൊക്കെ തന്നെ ഇപ്പോഴത്തെ അവിടുത്തെ സെലിബ്രേഷൻ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ പഠിച്ച കോളേജ് എനിക്ക് കാനഡ വന്നിട്ട് ഏറ്റവും മിസ് ചെയ്യണ ക്യാമ്പസ് ലൈഫാ. കാരണം ഞാൻ കുറെ ആഗ്രഹിച്ച, എന്താന്ന് വെച്ചാൽ ഞാനൊരു സോഷ്യൽ ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കുറെ ആഗ്രഹിച്ച ഇതായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങോട്ട് വന്ന ടൈമില്, പ്രോസസ്സിങ് നടക്കുന്ന ടൈമിൽ എനിക്ക് കുറച്ച് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയായിരുന്നു, സീറ്റ് കിട്ടിയായിരുന്നു. അവിടെയൊക്കെ പോയി ലൈക്ക് ഓണം വരെ എൻജോയ് ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ക്യാമ്പസ് ലൈഫ് എപ്പോഴും കേരളം നാട്ടിലത്തെ ഒരു ക്യാമ്പസ് ലൈഫും ഫുഡും, നമ്മൾ എത്രയൊക്കെ ഇവിടെ ഒരു നല്ല ഫുഡ് കിട്ടും എന്ന് പറയാം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഫുഡും ടേസ്റ്റും ഒരു ഫ്രഷ്നെസ് എന്ന് പറയാം, അത് തന്നെ. അത് ഇവിടെ കിട്ടില്ല. അത് നമ്മൾ ഇപ്പൊ എത്ര റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ? അതെ, ഇവിടെ കേരള റെസ്റ്റോറന്റ് ഇഷ്ടം പോലെ. എന്നാ ഫുൾ അതുള്ളൂ. അതെ, പക്ഷെ എന്നാലും നാട്ടില് ഒരു ചിലപ്പോ ഇതൊരു വേറൊരു രാജ്യമായതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ കുറെ നാട്ടിലത്തെ പോലെ കുറെ ക്ലൗഡ് കിച്ചൺ പരിപാടികൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടല്ലേ. അവിടെ നിന്ന് കുറച്ച് നൈസ് ഫുഡ്, ഹോംലി ഫുഡ്സ് കിട്ടുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അതൊക്കെയാണ് ഇപ്പൊ നിലവിലുള്ള വിശേഷങ്ങള്. ഇപ്പൊ ടൈം എത്രയായി? 4 മിനിറ്റ്. 5 മിനിറ്റ് കൂടെ ഉണ്ട്. ലൈക്ക് അപ്പൊ ടൈമിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഒരു അരമണിക്കൂർ ഡിസ്കഷനിലേക്ക് കോൺവെർസേഷൻ ആയിരുന്നു. അത് ഇപ്പൊ തൽക്കാലം അത് തുടക്കത്തിൽ അത് മതിയല്ലോ. അപ്പൊ അത്യാവശ്യം നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്താ പ്രൈസ് അഭിപ്രായം? അയ്യോ എനിക്കും പേടിയുണ്ടായിരുന്നു ഹോസ്റ്റ് ചെയ്യാൻ. ആക്ച്വലി പോഡ്കാസ്റ്റ് എന്നുള്ള പരിപാടി ശരിക്കും പറഞ്ഞാൽ എന്റെ ഫസ്റ്റ് ടൈമാ. അപ്പോ ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്ന് അറിയില്ല. എന്റെ ഫസ്റ്റ് ടൈം ഒരു ഹോസ്റ്റിംഗ്, എന്താ ഫസ്റ്റ് ടൈം ഹോസ്റ്റ് ചെയ്യണ ഒരു സംഭവം. അപ്പൊ അതിന്റെ ഒരു എന്താ, അപ്പോ അത്യാവശ്യം നല്ല രീതിക്ക് സക്സസ്ഫുൾ ആയി നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു. ഇങ്ങനെ പോകും. അടുത്ത എപ്പിസോഡ്സിൽ എനിക്ക് തോന്നുന്നു ഇതിനെ കുറിച്ച് ഇപ്പൊ ചിലപ്പോ ഇപ്പൊ നമ്മള് ഇങ്ങനെ എന്താ പറയാ ഒരു സാധാ സംസാരം പോലെ അത് തന്നെ. ഞാൻ ഭാവിയിൽ ലൈക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ഇത് അതുപോലെ നടന്നു കഴിഞ്ഞാ ഓക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഓക്കെ, അല്ല പക്ഷെ നിനക്ക് ഒരു യൂണിക്നെസ് ഉള്ളതാണല്ലോ നിന്റെ മറ്റേ വീഡിയോ എഡിറ്റിംഗ് പരിപാടികളൊക്കെ. അയ്യോ അത് ഇപ്പൊ നടക്കണ്ട. അതും ഞാൻ ആദ്യം മറ്റേ നമ്മുടെ അൺഫിനിഷ് ഷോപ്പ് ഇട്ടില്ലായിരുന്നോ, അഭിനവിനെ വെച്ചുള്ള. അപ്പൊ അതൊക്കെ ഞാൻ ചുമ്മാ കിടക്കാൻ പോയിരുന്നു. അപ്പൊ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ പാട്ട് കേട്ടു. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ കുറച്ച് ഷോട്ടും കുറച്ച് ഫ്രെയിമൊക്കെ എന്റെ മനസ്സിൽ തോന്നി. അതുപോലെ തന്നെ എടുത്തു.
അത് കിട്ടാൻ കുറച്ച് പാടാണ് ഐഡിയ. അപ്പൊ അത് എടുത്തപ്പോ അത്യാവശ്യം നല്ല അതിനത്ര 15K വ്യൂസ് എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു നോർമൽ എഡിറ്റിംഗ് അല്ല, നമുക്ക് അതിനകത്തൊരു നിന്റെ ഒരു ആഷിക്കിന്റെ ഒരു uniqueness, അല്ലേ, ഒരു ഹാൻഡ് അതിനകത്ത്. അതുപോലെ പല പല ഇപ്പം ഈ ഇടയ്ക്ക് ഒരു ഇത് ചെയ്തായിരുന്നു, ഒരു പ്രൊമോഷൻ. അത് അത്യാവശ്യം നമ്മുടെ മറ്റേ ഹാലോവിൻ പാർട്ടിയുടെ അത് ഞാനും വിബിയ ചെയ്തത്. സിനിമാറ്റോഗ്രാഫി സെറ്റപ്പ് പോലെ ചെയ്തു. അങ്ങനെയൊക്കെയാണ്. അത് തന്നെ, അതും വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ടൈം ഞാൻ വന്നിട്ട് 2 സെമസ്റ്റർ എനിക്ക് പണിയില്ലായിരുന്നു. ആ ടൈമിൽ ഇതൊന്നും തോന്നൂല. പണിയൊക്കെ കിട്ടി എല്ലാം സെറ്റായി കഴിയുമ്പോഴാണ് ഓരോ ഐഡിയ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള്. പിന്നെ വേറെ എന്തെങ്കിലും സജഷൻസ്? ഓക്കെ ഗൈസ്, നിങ്ങളും സജസ്റ്റ് ചെയ്യണം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനും. എല്ലാ കാര്യങ്ങളും നിങ്ങളും സജസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ മാറ്റുന്നതായിരിക്കും. ഫസ്റ്റ് എപ്പിസോഡാണ്, ഒത്തിരി വ്യൂസ് കിട്ടില്ല, ഒരു പ്രതീക്ഷയില്ല. ഈവൻ ഇത് സക്സസ് ആവുന്നില്ല എനിക്ക് തോന്നുന്നില്ല, ഒരു പ്രതീക്ഷയില്ലാണ്ടാ ചെയ്യണത്. പക്ഷെ എന്നാലും ഒന്ന് ചെയ്തു നോക്കാലോ. അത് തന്നെ, ഇത്രയും കാര്യങ്ങൾ, ഇത്ര സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പൊ അത്യാവശ്യം നല്ലൊരു കോൺവെർസേഷൻ നമ്മൾ ഇവിടെ നടത്തിയില്ലേ. ഞാൻ പ്രതീക്ഷയിലും അടിപൊളിയായിരുന്നു. അപ്പൊ താങ്ക് യു പ്രൈസു, താങ്ക് യു ചേച്ചി. അപ്പൊ ഇനിയും വിളിക്കും, ഇനിയും ഗസ്റ്റ് ആയിട്ട് വരും, ഇനിയും കുറെ കാര്യങ്ങൾ സംസാരിക്കണം നമുക്ക് ഇഷ്ടം പോലെ. ഇതൊരു അരമണിക്കൂർ ഉണ്ടാവുള്ളൂ. അരമണിക്കൂർ ഉള്ള ഞാൻ നോക്കിയപ്പോ അരമണിക്കൂർ ഉണ്ടാവുള്ളൂ. അത്രയും മതി, ധാരാളം. ഇനി ഭാവിയിലേക്ക് പയ്യെ നമ്മുടെ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റ് അറിയോ, അൺലീഷ് വിത്ത് കാർത്തിക് സൂര്യ. അപ്പം അതൊക്കെ 2-3 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പൊ അത്ര ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും കുറച്ചുകൂടെ ബെറ്റർ ആക്കണം. ഇനി വരുന്ന എപ്പിസോഡിൽ കുറെ കൂടെ ബെറ്റർ ആക്കണമെന്നാണ് എൻ്റെ ഒരു വിഷയം. അത് തന്നെ, നിങ്ങൾക്ക് പറയാനുള്ള സജഷൻസ് ഇത് റിലീസ് ആയി പറയണം കേട്ടോ. പിന്നെ ഇപ്പൊ ഇത് നിലവിലുള്ള കുഴപ്പമൊന്നുമില്ലല്ലോ. അത് തന്നെ, ഇല്ലല്ലോ. ഇവൻ ജോഷിന് പോലും തോന്നല്ല ബോറടി അല്ലേ. പക്ഷേ ജോഷു അത് വർക്കൗട്ട് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇത് മൊത്തം എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഓരോ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ക്യാമറ സ്വിച്ചിങ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മളിപ്പോൾ എല്ലാം പെട്ടെന്നായതുകൊണ്ട് നോക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷൻ സി ആയിരുന്നു ഇത്, അത് ചെയ്തു. ഫ്രീ ടൈമിലൊക്കെ ചെയ്യാനുള്ള ഒരു നൈസ്, അതിന് ഓപ്ഷൻസ് ഉള്ളപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണമല്ലോ, അതാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു ഫൺ ഫാക്ട് എന്നാന്നറിയാം, ഞാൻ ഇതുവരെ ഇതിന്റെ പേര് കണ്ടുപിടിച്ചിട്ടില്ല. ഡിസ്ക്ലോസ് അത് പണ്ട് പിടിച്ചായിരുന്നു, പക്ഷെ അത് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നല്ല. അപ്പൊ ഞാനത് മാറ്റി, ലൈക്ക് ഒരു പേര് വരും, ഇത് റിലീസ് ചെയ്യുമ്പോ പേര് വേണമല്ലോ. അപ്പൊ നിങ്ങൾ കാണുമ്പോ ഇതിന് പേരുണ്ടാവും. ഇപ്പൊ നിലവിൽ ഇതിന് പേരില്ല. അപ്പൊ സൈൻ ഔട്ട് ചെയ്യാൻ വേറെ പേരൊന്നും ഞാൻ അത് തന്നെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ താങ്ക് യു പ്രൈസു, താങ്ക് യു ദേവി ചേച്ചി. ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ വരാൻ നിങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. ഞാൻ അത്യാവശ്യം എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഓക്കെ, ഇനി ഇതിലും നല്ല എപ്പിസോഡുമായി, ഇനി ഇമ്പ്രൂവായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും കൂടെ പ്രൈസു, ദേവിക ചേച്ചി ആൻഡ് ജോഷ് ഇവിടെ കൊണ്ട് സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി and bye guys, see you.